നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രതീക്ഷിക്കാതെ പലതും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ തേടി വരുമ്പോ ഒരു ഭയം പോലെ. എന്തിനെ കുറിച്ചാ ഈ പറയുന്നേ? ഒന്നല്ല മാഡം. ആ കുഞ്ഞിന്റെ പേരിൽ കണിമംഗലം മുഴുവനായി എഴുതി കിട്ടുമ്പോ മുത്തശ്ശി ചിന്തിക്കുന്നത് പോലെ നീ മഹാറാണി തന്നെയാ. വരുൺ എന്നോടൊരു ചെറിയ ഇഷ്ടം തോന്നിയാ മതി. ഇന്ന് ആ മനസ്സിലേക്ക് എങ്ങനെ പിടിച്ചു കയറണമെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്യാനുള്ളതൊന്ന് ചെയ്ത് തീർക്കട്ടെ മോളെ. പിന്നെ ചെറിയ ഇഷ്ടമല്ല, അവൻ നിന്റെ പുറകിൽ നിന്ന് മാറില്ല. മോള് ഫോൺ വെച്ചോ. വെച്ചോടി. അവരാണോ എന്റെ അമ്മ? അങ്ങനെയാണെങ്കില് അവരുടെ മുന്നിൽ ഞാൻ നിന്നപ്പോ എനിക്കെന്താ അങ്ങനെയൊന്നും തോന്നാതിരുന്നത്? ഒരിക്കലും ഇതാവില്ല. പിന്നെ എങ്ങനെയാ എല്ലാം കൃത്യമായിട്ട് അവര് പറയുന്നത്? എന്റെ കൃഷ്ണ, ഇത്രയുള്ള എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ നടക്കുന്നത്? എങ്ങനെയാണോ അമ്മ? അമ്മയെ കണ്ടാല് എങ്ങനെയാണോ തോന്നുക? മോളെപ്പോഴും പറയില്ലേ, ഞാൻ മോളെ ചേർത്ത് പിടിക്കുമ്പോ അമ്മയെ പോലെ തോന്നുമെന്ന്. വീട്ടിൽ ചെല്ലുമ്പോ അമ്മയോടും അത് പറയാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ അമ്മയെന്നൊന്ന് വിളിക്കാമോ? ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്ന കാലത്തുനിന്ന് ഇപ്പൊ വല്ലാത്തൊരു മാറ്റം വന്നു. മുമ്പ് എന്റെ മനസ്സിൽ മുള്ളുകൾ മാത്രമായിരുന്നു, കുറെ കരിഞ്ഞുണങ്ങിയ പാടുകളും. ഇപ്പൊ അതല്ല, പൂക്കളുണ്ട്, പൂത്തുമ്പിയുണ്ട്. ഒന്ന് വിളിക്കാമോ നീ എന്നെ? അമ്മേ, ഫിദ മാഡത്തിന്റെ അടുത്ത് വരുമ്പോ, ഫിദ മാഡം എന്നെ തൊടുമ്പോ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന പോലെയാ. അങ്ങനെയല്ലേ വേണ്ടത്? വേണ്ട, എനിക്ക് അമ്മയുടെ സ്ഥാനത്ത് ആരും വേണ്ട. ഒരു കണക്കം പറഞ്ഞ് എന്നെ ആരും അന്വേഷിച്ചു വരണ്ട. എന്നെ വളർത്തിയത് യശോദമ്മയാ. ആ അമ്മ മാത്രമേ എനിക്കുള്ളൂ. മോളെ, എന്ത് പറ്റി മോളെ? ഒന്നുമില്ല. കള്ളം പറയണ്ട. എന്താ പ്രശ്നമെന്ന് എന്നോട് പറ. ഒന്നുമില്ലമ്മേ, ചെറിയൊരു തലവേദന പോലെ തോന്നി. അതാ ഞാനിങ്ങ് മാറിയ. പനിക്കുന്നതൊന്നുമില്ലല്ലോ. നേരത്തെ പോണോ മൂക്ക്? മാഡത്തിന് പ്രശ്നമില്ലെങ്കിൽ എനിക്ക് മോളുടെ പ്രശ്നം കഴിഞ്ഞാൽ എന്തേ ഉള്ളൂ. വീട്ടിലേക്ക് പൊയ്ക്കോളൂ. മോളെ, മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പറയാതിരിക്കുന്നതാണോ? ഇല്ല മാഡം. കണ്ട അന്ന് മുതല്
നീ എന്റെ സ്വന്തം മോളാണ്. മോൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഞാൻ ഇറങ്ങും. എനിക്കറിയാം മാഡം. അമ്മയായിട്ട് തന്നെയാ ഞാൻ കാണുന്നത്. പിന്നെ എന്താ എന്റെ കുട്ടിയുടെ സങ്കടം? ഒന്നുമില്ല. പ്രതീക്ഷിക്കാതെ പലതും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ചിലതൊക്കെ തേടി വരുമ്പോ ഒരു ഭയം പോലെ. എന്തിനെ കുറിച്ചാ ഈ പറയുന്നേ? ഒന്നല്ല മാഡം. കണിമംഗലത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോയപ്പോ പറഞ്ഞു പോയതാ. ഞാനിന്ന് ഇറങ്ങാം. മോളെ, ഇനി മോള് നടന്നു പോവാൻ നിൽക്കണ്ട. ഡ്രൈവറെ കൊണ്ടുപോയി വിടും. അതൊന്നും വേണ്ട മാഡം. അമ്മയുടെ വണ്ടി മകളുടെയും കൂടെയാ. അപ്പോ അവകാശമാണ്, കേട്ടല്ലോ. ഹലോ മോളെ. അമ്മേ, സുഖല്ലേ? കൊള്ളാലോ. എവിടെയോ ദൂരെ ദിക്കിലേക്ക് പോയ പോലെയാ ചോദിക്കുന്നത്. സുഖം തന്നെയാ. എനിക്ക് പെട്ടെന്ന് നമ്മുടെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. അമ്മയ്ക്ക് ചെറിയ പരിഭവം ഉണ്ട് കേട്ടോ. അമ്മ, ഞാൻ അങ്ങോട്ടേക്ക് പോരാൻ നിന്നതാ. അപ്പോഴല്ല ഏട്ടന്റെ ചികിത്സയുടെ കാര്യമൊക്കെ വന്നത്. അച്ഛനും അമ്മയും കൂടി സമ്മതിച്ചിട്ടല്ല ഞാനിവിടെ നിന്നത്. ഏട്ടന് സുഖായ ഞാൻ ഓടി അങ്ങ് എത്തുമല്ലോ. അമ്മ വെറുതെ പറയുന്നതാ മോളെ. നീ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് നന്നായി അറിയുന്നുണ്ട്. ഇവിടെ ഒരു ഒച്ചയും ഇല്ല, അനക്കവും ഇല്ല. ഇപ്പൊ എവിടെയാ നീ? ഞാൻ മ്യൂസിക് ക്ലാസ്സിന് കണിമംഗലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബസ്സിലാണോ? അല്ല, ഫിദ മാഡത്തിന്റെ കാറിലാ. ആ, കാറൊക്കെ വിട്ടു തരുമോ നിനക്ക്? പിന്നെ എന്നും കാറിൽ പറഞ്ഞയക്കാന്നൊക്കെ പറയും. പക്ഷെ ഞാനങ്ങനെ കയറാറൊന്നുമില്ല. ഇന്നൊരു ചെറിയ തലവേദന തോന്നിയതുകൊണ്ട് ഞാനിങ്ങി പോന്നു. എന്നിട്ട് തലവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? അമ്മയോട് സംസാരിച്ചല്ലോ, അപ്പൊ കുറഞ്ഞു. ആ പിന്നെ അമ്മ, ഏട്ടന്റെ പേരിൽ കുറെ വഴിപാടുകൾ നടത്താനുണ്ട്. നാളെ ഞാൻ അമ്പലത്തിൽ വരും. അമ്മ ഉണ്ടാവോ അവിടെ? അതിനെന്താ, നീ വരുന്നു പറഞ്ഞ പിന്നെ ഞാൻ അവിടെ ഉണ്ടാവില്ലേ? ശരി അമ്മ, നാളെ കാണാം. നന്നായി, നാളെ വരാന്ന് തീരുമാനിച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.